കർത്താവിൻ്റെ അതിപരിശുദ്ധമാകുന്ന നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബെത്ലഹേം ബീക്കൺ ഓഫ് ഹോപ്പ് മിനിസ്ട്രിയുടെ ബന്ധത്തിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് മത്തായി 26:7 വാക്യം വായിക്കുമ്പോൾ ഒന്നുകൂടി വായിക്കാം. ഒരു സ്ത്രീ നോക്കൂ, ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു ആത്മീയ മനുഷ്യരാകുന്നെങ്കിൽ, ഒരു ആത്മീയപരമാകുന്ന ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കുചേരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കണമെന്നുള്ള മനസ്സുകൾ ഓരോ കാര്യങ്ങളുടെ ബന്ധത്തിലുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളൊരു മനുഷ്യനായി ജീവിക്കുമ്പോൾ, നിങ്ങൾ ഒരു മനസാക്ഷിയുള്ള മനുഷ്യൻ എന്ന നിലയിൽ ഒരു കരുണയുള്ളൊരു മനുഷ്യനാകുന്നുവെങ്കിൽ സ്വാഭാവികമായും ദയ ആർജിക്കുന്ന ഒരു മനുഷ്യൻ നിങ്ങളുടെ മുമ്പിൽ ഭിക്ഷ ചോദിക്കുന്ന മാത്രയിൽ നിങ്ങൾക്ക് ആ മനുഷ്യൻ എന്തെങ്കിലും ദാനധർമ്മങ്ങൾ ചെയ്യണമെന്ന് മനസ്സുണ്ടായിരിക്കാം. എന്നാൽ ചിലരെ സംബന്ധിച്ച് മനസ്സുണ്ട്, കൊടുക്കാൻ വക കയ്യിലില്ലായിരിക്കണം. ചിലരെ സംബന്ധിച്ച് കൊടുക്കാൻ മനസ്സുണ്ടാകും, ചിലർക്ക് കൊടുക്കത്തില്ല. ഞാൻ പ്രസ്താവിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾക്ക് വിലപ്പെട്ടത് കൊടുക്കാൻ മനസ്സുണ്ടെന്ന് ഉച്ചരിക്കുന്നതിലല്ല, നിങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നതിലല്ല, വിലപ്പെട്ടത് കൊടുക്കാൻ മനസ്സിൽ കൊടുക്കണമെന്ന് ചിന്തിക്കുന്നതിലല്ല, വിലപ്പെട്ടത് എന്ന് കണ്ട് അത് കൊടുക്കാൻ മനസ്സ് കാണിച്ച് അത് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാനൊരു പ്രവൃത്തി ചെയ്യുക. ഇതൊരു ആത്മീയ മനുഷ്യന്റെ ലക്ഷണമാണ്. പ്രിയപ്പെട്ടവരെ, യെശയ്യാവിൻ്റെ പുസ്തകം വായിച്ച് പഠിക്കുമ്പോൾ ഇസ്രായേലിനെക്കുറിച്ച് ദൈവത്തിന് ഒരു ദുഃഖമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം ഒന്ന് വായിക്കും. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരാത്മീയ മനുഷ്യനാകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, ദൈവത്താൽ അനുഗ്രഹം പ്രാപിച്ച നിങ്ങളുടെ ജീവിതത്തിൽ, ദൈവം നൽകുന്ന നന്മകൾക്കനുസരിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാമെന്ന് തീരുമാനമെടുക്കുമ്പോൾ പലപ്പോഴും മനസ്സിനകത്ത് മാത്രം ആ കാര്യാദികൾ നിൽക്കുകയും അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവൃത്തിയായി വെളിപ്പെടാതിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അധികം സമ്പത്ത് കൊടുക്കണമെന്നല്ല, ദൈവത്തിന് സാമ്പത്തികം ആവശ്യമില്ല, എങ്കിലും ചില നന്മകൾ കൊടുക്കുക ബൈബിൾ പ്രസ്താവിക്കുന്ന മറ്റൊരു ഭാഗമാണ്. അതിലേക്ക് വിശദീകരിക്കപ്പെടുന്നില്ല. പക്ഷെ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാം. നിങ്ങളറിഞ്ഞ ദൈവത്തെക്കുറിച്ച് മറ്റൊരാളോട് സംസാരിക്കണമെന്ന് ചിന്തിക്കുകയല്ല, മറിച്ച് അത് മറ്റൊരാളോട് സംസാരിപ്പാൻ. ബൈബിൾ ഇങ്ങനെ വിശദമാക്കുന്നു: ദൈവത്തിൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ മനസ്സുണ്ടാകുക മാത്രമല്ല, മനസ്സിനനുസരിച്ച് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക.